വിശന്നിട്ടാണെങ്കിൽ ആളൊരു ഉറക്കം വായിച്ചിട്ട് വയ്യ. സമയം 11 മണി. എത്ര പരിപാടി ഒരാളും കാണുന്നില്ല. ഒരു മനുഷ്യൻ കേറി വരണ്ട മൈമതെ. ഞാൻ പള്ളി കത്തി കളിയിട്ട ഇങ്ങനെ മാളി കടന്നുറങ്ങുന്നുണ്ട്. ഒരു സാധനം ഞാൻ തിന്നിട്ടില്ല. ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വാങ്ങാൻ തന്നെ രാവിലെ 150 റുപ്യ. ഞാനിപ്പോ ഇതൊക്കെ ഇട്ടത് പൊയ്യത്തില്ല. ബെക്ക് ആരെങ്കിലും ഒക്കെ ഓരോ ചിത്രം പറ്റുവെച്ചത് ഉണ്ടല്ലേ. അനക്കെന്നെ വിശ്വാസമല്ല. പിന്നെ ഇജ്ജ് മറ്റൊരു പിന്നെ വരുമോ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളിപ്പോ ഈ ആളൊന്നും വരില്ല. എന്റെ കുട്ടികൾക്ക് അരി വാങ്ങണ്ടേ? ഞാൻ വല്ല വേറെ പഠിക്കും പോകും. നിങ്ങളിത് വിളിച്ചു കൊടുത്തിട്ട് ഇത് ഭയങ്കര പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊടുത്തിട്ട് നമ്മളെന്തെങ്കിലും ഒരു വക്രബുദ്ധി ചെയ്യേണ്ടി വരും. വക്രബുദ്ധി ബുദ്ധിയില്ലാത്ത നിങ്ങൾക്ക്. ഇങ്ങനെ ഈ മന്ത്രിച്ച് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കണം നിങ്ങൾക്ക്. ഇതൊന്ന് മുണ്ടല്ല ശൈത്താനെ. ആരെങ്കിലും വരുന്നോല് കേക്കൂലത്. നിങ്ങൾ ആ പണ്ടത്തെ പണിയില്ലേ, വയനാട് കാട്ടിക്കുളത്ത് ഓട്ടോറിക്ഷ ഓടിച്ചെടുക്കണേ, ആ പണിക്ക് തന്നെ പോയിക്കോളി. അതാവുമ്പോ അവിടെ പെണ്ണുങ്ങളും കുട്ടികളുണ്ടല്ലോ നിങ്ങൾക്ക്, അതേ നടക്കും. എനിക്കാണെങ്കിൽ വെൽഡിങ്ങിൽ പോവുകയും ചെയ്യാം. എന്താ മൈമത എല്ലാവരും ചെയ്യണറിയില്ലേ? ഇപ്പൊ മൊബൈലിന്റെ എടുക്കുക, എന്നിട്ട് യമനീനോട് ചോദിച്ചിട്ട് അവരതിനുള്ള പരിഹാരങ്ങൾ അവരെന്നെ ചെയ്യണം. ശരി ഉസ്താദെ. ജെമിനി മാത്രല്ല, ChatGPT ഉണ്ട്. എല്ലാരും ഇപ്പൊ അതിന് ചോദിക്കലാണ്. ഇതിപ്പോ നമ്മളെ പെണ്ണുങ്ങളുണ്ടല്ലോ, അയിമ നോക്കുക ഞാൻ എവിടെയെങ്കിലും പോയിക്കണോന്നുള്ളത്. ഇങ്ങനെ പോയാൽ നമ്മളെ പള്ള മാറാല് കേട്ടോ ഉസ്താദേ. കറക്റ്റ് ആക്കി. വലൈക്കും സലാം. എവിടുന്നാപ്പ് വരുന്നേ? കുറച്ച് ദൂരം വരികയാണേ. ഒരു വലിയ പ്രശ്നത്തിലാ. പരിഹാരം കാണണം. എന്താ നിങ്ങളെ പ്രശ്നം? എന്ത് പ്രശ്നത്തിനും ഇവിടെ പരിഹാരമുണ്ട് ഉസ്താദേ. ഞങ്ങൾ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. ആ ഗ്രാമത്തിൽ നിറയെ ഈ കുറുക്കന്മാരെ ശല്യ. ഒരു വസ്തുക്കളും വെച്ചേക്കും. ആട്, കോഴി, മുയൽ തുടങ്ങിയ ഒക്കെ തിന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നാട്ടുകാരാകെ കുടിയിരിക്കണം. എത്ര കുറുക്കന്മാര് കുതിരനെ വരെ പറപ്പിച്ച ആളായിരിക്കണത്. നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിക്കണം. ആ കുറുക്കന്മാരെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. അല്ല, എത്ര എണ്ണ വരുന്നേ? അത് കുറെ ഉണ്ടല്ലേ. ഫാമിലിയായി വരാറ്. ഫാമിലി ആയിട്ടാ വരുന്നത്. ശരിയാ, ഫാമിലി ആയിട്ടല്ലേ? ഫാമിലി ആയിട്ടൊക്കെ. ടൈം എപ്പോഴാ? 12:30 ശേഷം. ഇതിലിപ്പോ കാണുന്നതേ നിങ്ങളെ നാട്ടിന് കുറുക്കന്മാരുടെ ഷാപ്പുണ്ട്. അങ്ങനെ ഷാപ്പുണ്ടോ സാർ? അവിടെ ഇപ്പൊ ഞങ്ങള് കുറച്ച് കുറുക്കന്മാരല്ലാതെ വേറെ അല്ലേ? അങ്ങനെ ഷാപ്പുണ്ടാവോ? ഉസ്താദ് പറഞ്ഞത് അച്ചട്ടാ. പിന്നെ ശാപത്തിൽ നിങ്ങളെ പോലത്തെ കുറുക്കന്മാരായാലും മതി. അല്ല ഉസ്താദ്, എന്താ പ്രതിവിധി? പ്രതിവിധി എന്ന് പറഞ്ഞാലേ ഇതിന് കുറച്ച് നല്ല പണിയെടുക്കേണ്ടി വരും. ഓഹോ. അമ്മ ഒരു കുറുക്കന്മാരാണ്. ഒട്ടൊരു ദൂരം ഉണ്ടോ അങ്ങോട്ട്? ഏകദേശം 10-15 കിലോ. ഞങ്ങളവിടെ വന്നിട്ടേ ഗ്രാമത്തിലെ ഓരോ അതിരുകളിലേ കോഴിത്തല കൊണ്ട് കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഓഹോ. രാത്രി നമ്മൾ പോകുന്നത്? രാത്രി പോണം, നട്ടപ്പാതിരക്ക്. ആരും കാണാൻ പാടില്ല. അല്ല ഉസ്താദേ, ഇതിനിപ്പോ ചെലവ് എത്ര വരും? അന്ന് നമ്മളവിടെ ചെയ്തൊരു 6 ഉറുപ്പിക ആയിട്ടില്ലേ? 6-7 8 ഉറുപ്പിക ആയിട്ടുണ്ട്. ഇതിപ്പോ കുറച്ച് കൂടുതലാവും. കാരണം കുറുക്കന്മാരല്ല നമ്മൾ ഒഴിപ്പിക്കേണ്ടത്. പൈസ ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കൊരു ഇതൊന്ന് പെട്ടെന്ന് ഒഴിവായി തന്നെ ഈ കുറുക്കന്മാരല്ലേ. ഒന്ന് മര്യാദക്ക് കടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇരിക്കേണ്ടി വരും. ഇരിക്കും, അത് കുഴപ്പമില്ല. അത് നമുക്കേ തൽക്കാലം ഇപ്പൊ ആശിക്ക് ഇട്ട് കൊടുക്കാം. ഗൂഗിൾ ഉണ്ടല്ലോ അല്ലേ? ഗൂഗിളൊക്കെ ഉണ്ട്. തൽക്കാലം ആശിക്ക് ഇട്ട് കൊടുക്കും. നമ്മളെ വിളിച്ച നമ്പറില്ല, അത് തന്നെ. കുറുക്കന്മാരെ ശല്യൊന്ന് ആറ്റങ്ങൾ വന്നിങ്ങനെ പുസ്തകത്ത് കുറുക്കന്മാരെ ശല്യം ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല. ഞങ്ങളോട് വെയിറ്റ് ചെയ്യണോ? വണ്ടി മനുഷ്യ ഉണ്ടാകാൻ പാടില്ല, ഒരനക്കം പോലും ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് ഞങ്ങൾ വന്ന് ചെയ്തു പോകും. നിങ്ങളോട് വന്ന് പോയിക്കോളൂ. ഓല് വന്ന് പോയിക്കോളൂ. അപ്പൊ ഞമ്മക്കൊരു റിസ്കും ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞങ്ങൾ പോയി. പൈസ ഇടാൻ മറക്കരുത്. ഒരാഴ്ചത്തെ കാര്യം പൂർത്തിയായി. ഇന്ന് പോയിട്ട് 8,000 ഉറുപ്പിക കിട്ടി. കുഴിമന്തി ഇന്നാണ്ട് കഴിക്കണം.
ഈ ആഴ്ച ഇപ്പൊ ഒരാൾ വരുന്ന ആളില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ആ കുറുക്കന്മാരുള്ളൂ. ആ കേസുകൾ കഴിഞ്ഞ് എനിക്ക് ഈ ആഴ്ച കുറിപ്പൈസ അടക്കണേ. എനിക്ക് കറണ്ട് ബില്ല് അടച്ചില്ല അറിയാം എനിക്ക്. സാർ കുറച്ച് പേര് വരുന്നുണ്ടല്ലോ സാർ. അത് അവരല്ലേ കഴിഞ്ഞ ആഴ്ചത്തെ? കഴിഞ്ഞ ആഴ്ച ഒന്നും അല്ല നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തതുപോലെ അറിഞ്ഞിക്കണാവും. അറിഞ്ഞിട്ടുണ്ടാവും, കാരണം അവരാ വരവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അഹമ്മദ് പേടി കണ്ടിട്ടോ അഹമ്മദ്. ഞാനേ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. വേണ്ട സാർ, നിങ്ങൾ അവിടെ ഇരിക്കും, നമുക്ക് രണ്ടാക്കും നേരിടാം. ഉസ്താദേ, നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു ഉസ്താദേ. മറക്കൂല ഉസ്താദേ, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കൂല കേട്ടോ. അല്ലേ? ഒരുപാട് 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 സന്തോഷം. ഞങ്ങളെ നാടത്തെ കുറുക്കന്മാരെ ഒക്കെ സമാധാനമായി. എന്താണ് നിങ്ങൾ ചെയ്തത്? ഞങ്ങൾ നാട് മുഴുവൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ്. ഇല്ലേ? ഇന്നലെ രാത്രിയാണ് സുഖമായിട്ട് അമ്മാതിരി കർമ്മല്ലേ നമ്മൾ ചെയ്തത്. ഒക്കെ ചത്തു. ഒക്കെ ചത്തു ചാവും. ചാവും. അതാണ് മുസ്താദ് കോഴിനെ പറപ്പിച്ചാളാ. അതിന്റെ കർമ്മല്ല ഞാൻ ചെയ്തത്. നിങ്ങളെ നാടിന്റെ അഭിമാന. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടി? നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളി മക്കളെ. ഞാൻ ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കും കൊടുക്കാം. ഈ സന്തോഷത്തിന് നിങ്ങളെ കയ്യിൽ വെച്ചോടാ. ഇതിൽ കുറച്ചുണ്ട്. ഇനി എന്താ വേണ്ട ചോദിച്ചോണ്ടി. പോരെ? സന്തോഷമായില്ലേ? ഞങ്ങൾ സന്തോഷം, നിങ്ങൾ സന്തോഷം. ഞങ്ങൾ പോയി. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും പറയണം കേട്ടോ. എന്താവശ്യം ഞങ്ങൾ വിളിച്ചോടി. എന്നായിക്കോട്ടെ. ശരി. വലൈക്കും അസ്സലാം. എന്ത് സംഭവിച്ചു? ഈ പൈസ കിട്ടിയോ? നമ്മളായിട്ട് പോയിട്ടില്ലല്ലോ, പിന്നെ എന്തപ്പോ സംഭവിച്ചു? നമ്മളിപ്പോ പോയിട്ട് എന്തും ചെയ്ത് കഴിഞ്ഞിട്ട് പലിക്കോ? ഇതൊരു പലിച്ച ചരിത്രം ഉണ്ടോ? എവിടെ ഭരിക്കണ്? ഞാനിപ്പോ ഇത് ഒരുപാട് പൈസ ഉണ്ടല്ലോ, എന്തപ്പോ അവിടെ ഉണ്ടായത്? അല്ല ഞാൻ എന്ത് അറിയാൻ മാർഗം ഉണ്ട്. എൻ്റെ എന്തേലും എൻ്റെ ഒരു അമ്മായിൻ്റെ അറിയാം. എൻ്റെ ഒരു അമ്മായിൻ്റെ അവിടെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. അമ്മായിയെ. മായ്മ, പിന്നെ ഇന്നലെ അവിടെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് കുറുക്കന്മാരൊക്കെ ചത്തെന്ന് പറഞ്ഞിട്ട്. ആണോ? ചത്തോ? എങ്ങനെ ശരി അമ്മായി, എപ്പോ വിളിക്കാം. എങ്ങനെ ചത്തോ? ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോഴല്ലേ ലൈൻ കമ്പി മരൊക്കെ വീണിട്ട് വെള്ളത്തിൽ വീണിട്ട് കറണ്ട് അടിച്ചിട്ടാണ് കുറുക്കന്മാർ ചത്തക്കുന്നത്. കുറച്ചോനെ ഞങ്ങളെ കാത്തു. ഈ കാറ്റുമായില്ലോണ്ടേ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇതുമേ കുറച്ചു കാലം നമ്മൾ പിടിച്ചു നിൽക്കും. അതന്നെ, ഈ നാരക മാറ്റി വെള്ളം കുടിക്കാല്ലേ.